അപ്പോൾ മക്കളെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഉണ്ണിയപ്പം കച്ചവടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വിജയിക്കുമോ നോക്കുക. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ നമുക്ക് കുറച്ച് ചായക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇത് അപ്പളക്കപ്പള അരച്ച മാവാണ്. കുറച്ച് അരി അരച്ചിട്ടുണ്ട്, 2 കിലോ അരി അരച്ചിട്ടുണ്ട്. ബാക്കി അരിപ്പൊടിയാണ്. അപ്പം ഞമ്മക്ക് ചായക്കൊട്ടും കടില്ല. അപ്പം എന്നാൽ അത് കുറച്ചൊന്നും ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ. അപ്പം മറിച്ചിട്ടു. അപ്പം ഞമ്മക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ 1/2 കിലോ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അരിപ്പൊടി ഉണ്ട്, മൈദപ്പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ ചൂടുള്ള ശർക്കരപ്പാനിയാണ് അതിൽ പൊഴിച്ചത്. ഇനി ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ 1/2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി അരിയും പൊടിയും കൂടെ മിക്സാക്കിയിട്ടാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ. ഇന്നലെ 150 വിറ്റു. അപ്പം ഇന്ന് കൊണ്ടെല്ലാം ഓർഡർ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല. അപ്പം ഞാൻ നാളെ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ഇന്ന് രാത്രിക്കൊക്കെയാണത്. രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ കൊണ്ടുപോയി കൊടുക്കട്ടോ. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമാണ് ഞാൻ മാവ് സെറ്റാക്കി. അപ്പോൾ അതാ മാവ് സെറ്റാക്കി വെച്ചിരിക്കണേ. അപ്പം ഇനി അരി ഞാൻ വെള്ളത്തിലിട്ടിട്ടുള്ളൂ. ചുടുവെള്ളത്തിലിട്ട് ഇത് ചുടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് ഞാൻ ഒരു 7 മണിക്ക് രാത്രി അരക്കും. ഒരു 3 മണിക്കൂറെങ്കിലും ആകണം. 3:30ക്കാണ് വെള്ളത്തിലിട്ടത് കേട്ടോ. അപ്പോൾ ഇതിലായിരുന്നു ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നമ്മളെ ഗ്യാസ് നോക്കുമ്പോൾ ഒരു പാത്രത്തിൽ ചെരിയ എല്ലായിടത്തും ഒരേ മാതിരി തീയൊന്നും എത്തണില്ല. അപ്പോൾ തീ അധികം കത്തണോടും കരി അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ണിയപ്പം കുറേ അങ്ങനെ ആയി പോവുക. നമ്മൾ കൊടുക്കാനുള്ളതാകുമ്പോൾ നല്ലത് കൊടുക്കണ്ടേ. അപ്പോൾ ആകാത്തത്. അപ്പോൾ നമുക്ക് കഴിയുമ്പോൾ നഷ്ടം വരും. അപ്പം ഞാൻ പിന്നെ ഇതിന് നല്ല ഗ്യാസ് പോകുമല്ലേ, ഇരുമ്പിൻചട്ടിയല്ലേ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിങ്ങനെ ഉണ്ടാക്കണില്ലേ വിചാരിച്ചിരുന്നു. അപ്പോൾ അവർ പിന്നെയും ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ തുടങ്ങിയതല്ലേ, കുറച്ച് ചെയ്ത് നോക്കാം. എന്താ പാടൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് പുതിയ ചട്ടിയൊക്കെ പോയി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് രാത്രി ഉണ്ടാക്കട്ടെ. ഒരു 7 മണിക്ക് അത് അരച്ച് വെച്ചാൽ നമുക്കൊരു 10 മണിയാകുമ്പോൾ ഉണ്ടാക്കട്ടെ. ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ണിയപ്പത്തിനുള്ള മാവ് സെറ്റാക്കി വെച്ച്. അപ്പോൾ അതിക്ക് ഞാൻ തേങ്ങ കരിഞ്ചീരൊക്കെ നെയ്യിൽ വറുത്തുകാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളിവിടെ പച്ചരിയും സമയം 8 മണിയായി. ചോറ്റരി റേഷൻ അരി അത് രണ്ടും വെള്ളത്തിലിട്ട് വെച്ചിന്. ഇത് 3:30ക്കാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് സോഡാക്കാരം ചേർക്കുന്നുണ്ട് കേട്ടോ. സോഡാക്കാരം. പിന്നെ ഞാൻ 2 പപ്പടം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതാണ് ഉണ്ണിയപ്പം സോഫ്റ്റ് ആകാനൊക്കെ. ഇതിന് 3 പപ്പടം ഉണ്ടാകും. 3 ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഭാഗത്തൊക്കെ. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഏലക്കായ്. ഇതൊരു ചുവയ്ക്ക് 2 ഏലക്കായ്ക്കൊക്കെ ഭയങ്കര വില. 10 ഗ്രാമിന് 30 രൂപ. അപ്പോൾ ഒക്കെ കുറേശ്ശെ ചേർക്കാം. പിന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് പെരിഞ്ചീരം. അപ്പോൾ അതൊന്നുമില്ല, തോനൊന്നുമില്ല. ഇനി നമുക്ക് നല്ലീരം ചേർത്ത് കൊടുക്കും. ഇനി കുറച്ച് നല്ലീരം ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല. അപ്പോൾ അതൊരു ചെറിയ കഷ്ണം പട്ടിട്ടിട്ടുണ്ട്. ഒരു ചെറിയ ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ചീരുള്ളി വേണമെങ്കിൽ ചിലർക്ക് ചീരുള്ളിൻ്റെ ചുവ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യാം. പിന്നെ ഞാൻ ഇടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതാ ഈ അരച്ചെടുത്ത മാവ് ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ച മാവ് ഇതാ കണ്ടില്ലേ, ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഫോണ് മര്യാദ നിൽക്കണേ. നമുക്ക് മിക്സ് ചെയ്യാം. ഇത് പൊടിയാണ് കേട്ടോ. ആദ്യം ഞാൻ തയ്യാറാക്കി വെച്ചത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി അരിക്ക് ഞാനൊരു 3 പഴം കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മളെ മാവ് ഒരു അരമണിക്കൂർ ഞാൻ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നമ്മളെ പുത്തൻ ചട്ടിയിൽ നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കൂട്ടുകാരെ.
മറച്ച് കൊടുക്കാം. മറിക്കലൊരു ടാസ്ക്കാണ് കേട്ടോ മക്കളെ. ടാസ്കിൽ ഞാൻ വിജയിക്കണം. നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ വിജയിക്കും. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വിറ്റോളി, നല്ലതാണ്. ലാഭം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കച്ചവടമൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ. ഇന്നലെ 150 വിറ്റ് കിട്ടും കഴിയുമ്പോൾ വലിയ ലാഭമൊന്നും പറയാനില്ല. ഇതിൽ വെയ്യ ഇന്നലെ കഴിഞ്ഞപ്പോൾ ഞാൻ കഴിച്ച് മൂടിയൊക്കെ വേദന ആയിട്ട് ഞാൻ മതിയെന്ന് വിചാരിച്ചില്ല. ഇനി ഒരു കടക്കാർ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടി ശ്രമിച്ച് നോക്കാനൊക്കെ വിചാരിച്ച് ചട്ടിയൊക്കെ കൊന്നതാണ്. ഇനി ചിക്കറൊക്കെ വെച്ചാണ്. അപ്പം ഈ ചട്ടിയിൽ നമ്മൾ ചുട്ട് നോക്കാം. അപ്പം നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ പാടറിയാം. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ മറിച്ചിട്ടു. അപ്പോൾ ഇതാണ് ഞാൻ വിൽക്കുന്ന ഉണ്ണിയപ്പം. എൻ്റെ മണിക്കൊക്കെ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് നോക്കും. അപ്പോൾ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കണവർക്ക് ഈ ചട്ടിയിലായതുകൊണ്ട് ഇത് എണ്ണത്തിന് എണ്ണം നല്ല സോഫ്റ്റ് കണ്ടിട്ടോ. മറ്റേ ചട്ടിയിട്ട മാതിരി പിന്നെ ഓവർ എണ്ണയൊന്നും കുടിക്കണില്ല. അങ്ങനെ കുറേ നല്ല ക്വാളിറ്റി. ഇതാണ് മക്കളെ നമ്മളെ SR പ്രൊഡക്റ്റ്. അടുത്തത് ഉണ്ണിയപ്പം. അപ്പോൾ ഇത് നാളേക്കുള്ള ഓർഡറാണ്, കൊണ്ടുപോകാൻ എടുത്ത് വെച്ചതാണ്. രാത്രി കുറിച്ചാണ് 1 കിലോനെ കൊണ്ട് 10 പാക്കറ്റ്. ഒരു പാക്കറ്റിൽ 12 കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ലാഭം എന്ന് പറഞ്ഞാൽ വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല 1 കിലോനൊന്നും. പിന്നെ നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട്, ചെയ്ത് നോക്കട്ടെ.